നമ്മൾ ഇതിന്റെ വൈഡ് വിഷനിലേക്ക് പോയാൽ ഒറ്റ മനുഷ്യനില്ലാത്ത വളരെ ചുരുക്കം കോൺഗ്രസുകാരും മാധ്യമപ്രവർത്തകരും മാത്രമുള്ള ഒരു പരിപാടിയായി ഈ വിശ്വാസ സംരക്ഷണ ജാഥ ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 5 മണിക്കൂറുകൾ പിന്നിടുകയാണ്. മാധ്യമപ്രവർത്തകര് അത് റിപ്പോർട്ട് ചെയ്യട്ടെ, അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഏത് മാധ്യമം ആയിക്കോട്ടെ. ഈ മഹാസമ്മേളനത്തിൽ 10,000-കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അവർ പദയാത്രയായിട്ട് വന്നു. ആ 10,000-കണക്കിന് ആളുകളുടെ സമ്മേളനം മാധ്യമങ്ങൾ മുഴുവൻ ലോകത്തോട് റിപ്പോർട്ട് ചെയ്തു. അതും ലോകത്തുള്ള മുഴുവൻ മലയാളികളും കണ്ടു. ശ്രീ പിണറായി വിജയന് ഉണ്ടായ അപകടം പമ്പയിൽ സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിച്ചോ എന്ന് നോക്കിക്കാണുവാൻ വേണ്ടിയാണ് കൈരളിയുടെ ആളുകളുടെ. ഇവിടെ ചെറിയ ആളുകൾ ഇപ്പോൾ കസേര എണ്ണാൻ നടക്കുന്നു. ഞാൻ അവരോട് പറയുന്നു, കസേരയുടെ എണ്ണമല്ല, നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. കസേര എണ്ണാൻ വന്നവരോട് പറയുന്നു, ഞങ്ങളൊരു കസേര തരാം. എണ്ണാൻ വന്ന സ്നേഹിതനോട് പറയുന്നു, ജാഥയുടെ ആവേശം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ജാഥ കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച അലയടികളിൽ 6 മാസം കഴിയുമ്പോൾ ചില കസേരകൾ തെറിക്കും. അടുത്ത കാലത്തൊന്നും പന്തളം നഗരം അല്ലെങ്കിൽ പന്തളം ടൗൺ ഒരിക്കൽ സാക്ഷ്യം വഹിക്കാത്ത വൻപിച്ച ജനാവലിയാണ് ഈ സംഗമത്തിൽ പങ്കെടുത്തത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇവിടെ വന്നത് കോൺഗ്രസ്സുകാരോ UDFക്കാരോ മാത്രമല്ല. ഇവിടെ വന്നത് വിശ്വാസി സമൂഹത്തിന്റെ പരിച്ഛേദമാണ്. ഇവിടെ വന്നവർ കുറച്ച് കസേര അവിടെ ഇവിടെ കൊഴിഞ്ഞതിന്റെ പേരിൽ അതിന്റെ ഫോട്ടോ എടുക്കാൻ, അതിന്റെ വിഷ്വൽ എടുക്കാൻ കൈരളി ചാനലിൽ ശ്രമിച്ചത് തീർച്ചയായും അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയാണ്. പക്ഷേ അത് അവർക്ക് തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഡ്രോൺ വിഷ്വൽ എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ കൈരളിക്കാരന് ഡെസ്കിലോട്ട് അയച്ചു കൊടുക്കാം.